ഹൈക്കോടതി വിധിക്കെതിരെ ടി.പി. ചന്ദ്രശേഖരൻ കൊലക്കേസിലെ 8 പ്രതികൾ സുപ്രീം കോടതിയെ സമീപിച്ചു. ഇരട്ട ജീവപര്യന്തം ചോദ്യം ചെയ്ത് 1 മുതൽ 6 വരെ പ്രതികളും ജീവപര്യന്തം ചോദ്യം ചെയ്ത് കെ കൃഷ്ണനും ജ്യോതിബാബുവുമാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. അന്തരിച്ച CPIM നേതാവ് P.K. കുഞ്ഞനന്ദനെ കുറ്റക്കാരാണെന്ന് വിധിച്ച ഹൈക്കോടതി വിധിക്കെതിരെ ഭാര്യ ശാന്തയും സുപ്രീം കോടതിയിൽ ഹർജി നൽകി. ടി.പി. ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികളായ MC അനൂപ്, കിർമാണി മനോജ്, കൊടിസുനി, രജീഷ്, ഷാഫി, ഷിനോജ് എന്നിവരെ ഹൈക്കോടതി ഇരട്ട ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരുന്നു. ഇതിനെതിരെയാണ് പ്രതികൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. 12 വർഷമായി ജയിലിലാണെന്നും അതിനാൽ ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യണമെന്നും ശിക്ഷ ഇളവ് ചെയ്ത് ജാമ്യം നൽകണമെന്നും പ്രതികൾ ഹർജിയിൽ ആവശ്യപ്പെട്ടു. നേരത്തെ വിചാരണ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച പ്രതികൾക്കെതിരെ ഗൂഢാലോചന കുറ്റം തെളിഞ്ഞതിനെ തുടർന്ന് ഹൈക്കോടതി വീണ്ടും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയായിരുന്നു. കേസിൽ ഹൈക്കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച കെ കൃഷ്ണനും ജ്യോതിബാബുവും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇരുവരെയും നേരത്തെ വിചാരണ കോടതി വെറുതെ വിട്ടിരുന്നെങ്കിലും ഹൈക്കോടതി ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയായിരുന്നു. ടി.പി. ചന്ദ്രശേഖരൻ കേസിൽ ജീവപര്യന്തം ശിക്ഷയും 1 ലക്ഷം രൂപ പിഴയും വിധിച്ച വിചാരണ കോടതി വിധിക്കെതിരെ 13ാം പ്രതിയായിരുന്ന P.K. കുഞ്ഞനന്ദൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. കേസ് പരിഗണനയിലിരിക്കെ കുഞ്ഞനന്ദൻ മരിച്ചു. കേസിൽ കുഞ്ഞനന്ദൻ കുറ്റക്കാരനാണെന്ന് വിധിച്ച ഹൈക്കോടതി വിചാരണ കോടതി വിധിച്ച 1 ലക്ഷം രൂപ ഭാര്യ VP ശാന്ത നൽകണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ഇതിനെതിരെയാണ് ശാന്ത സുപ്രീം കോടതിയെ സമീപിച്ചത്. കേസിൽ കുഞ്ഞനന്ദൻ നിരപരാധിയാണെന്നും കുറ്റക്കാരനാണെന്ന ഹൈക്കോടതിയുടെ കണ്ടെത്തൽ റദ്ദാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.